നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹോർമുസ് കടലിടുക്കിന്റെ ഒമാൻ ഭാഗത്തോട് നീങ്ങുകയായിരുന്ന വെസലുകൾക്ക് നേരെ പൊടുന്നനെ വെടിയുതിർക്കുന്നു. അമേരിക്കയെ വിറപ്പിച്ചുകൊണ്ട് ഇറാന്റെ കൊതുകുപട ഇറങ്ങി. ഹോർമുസിൽ ഇറാൻ മരണക്കളി തുടങ്ങിയതായിരുന്നു തുടർന്ന് ഇറാന്റെ പ്രഖ്യാപനം. അമേരിക്കൻ ഉപഗ്രഹങ്ങൾക്കും ഈ ചെറുബോട്ടുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിവേഗം വെസലുകൾക്ക് നേരെ പാഞ്ഞെടുക്കുന്ന സ്പീഡ് ബോട്ടുകൾ. മണിക്കൂറിൽ 185 കിലോമീറ്റർ വരെ വേഗതയിലാണ് ഇവ സഞ്ചരിക്കുന്നത്. മോസ്കിറ്റോ ഫ്ലീറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഇറാന്റെ ചെറുകപ്പലുകളുടെ വ്യൂഹമാണ് ഈ വെസലുകൾക്ക് നേരെ ആക്രമണം നടത്തിയത്. ഹോർമുസ് കടലിടുക്കിന് ഇരുവശത്തുമായി കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ ആക്രമിക്കാൻ ഈ ചെറുകപ്പലുകളെ പലപ്പോഴും ഇറാൻ ഉപയോഗിക്കാറുണ്ട്. റോക്കറ്റ് ലോഞ്ചറുകളും മെഷീൻ ഗണ്ണുകളും ഘടിപ്പിച്ച ബോട്ടുകൾ. മണിക്കൂറിൽ 185 കിലോമീറ്റർ വേഗതയിൽ കുതിക്കും ഈ ചെറുബോട്ടുകൾ. വലിയ യുദ്ധക്കപ്പലുകളുമായി അവ നേരിട്ട് ഏറ്റുമുട്ടുന്നില്ല. പകരം മിന്നലാക്രമണം നടത്തി നിമിഷങ്ങൾക്കുള്ളിൽ അപ്രത്യക്ഷമാകും. ഉയർന്ന പാറക്കെട്ടുകൾ നിറഞ്ഞ ഇറാനിയൻ തീരങ്ങളിലെ ഗുഹകളിലാണ് ഈ ബോട്ടുകൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. വലിപ്പം വളരെ കുറവായതുകൊണ്ട് അമേരിക്കൻ ഉപഗ്രഹങ്ങൾക്കും ഇവയെ കണ്ടെത്താൻ കഴിയില്ല. നിമിഷങ്ങൾക്കുള്ളിൽ ഇവയെ കടലിലിറക്കി ആക്രമണം നടത്താൻ സജ്ജമാണ് IRGC. US യുദ്ധക്കപ്പലുകൾക്ക് ഇവയെ പ്രതിരോധിക്കാൻ വലിയ പീരങ്കികളുണ്ട്. എന്നാൽ ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന വാണിജ്യ കപ്പലുകൾക്ക് അത്തരം ആയുധ സജ്ജീകരണങ്ങളില്ല. ശനിയാഴ്ച രാവിലെ ഹോർമുസ് കടലിടുക്കിൽ ഇറാനിയൻ സ്പീഡ് ബോട്ടുകളിൽ നിന്ന് വാണിജ്യ കപ്പലുകൾക്ക് നേരെ വെടിവെപ്പ്. 2 ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെയും വെടിയുതിർത്തു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അമേരിക്ക ഹോർമുസിൽ ഏർപ്പെടുത്തിയ ബ്ലോക്കേഡ് വിജയിച്ചു എന്ന ഘട്ടത്തിലെത്തിയപ്പോഴാണ് പൊടുന്നനെ മിന്നലാക്രമണവുമായി ഇറാൻ കളത്തിലിറങ്ങിയത്. ഇതോടെ സിറ്റുവേഷൻ റൂമിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാഞ്ഞു. തൻ്റെ അടുത്ത വൃത്തങ്ങളുമായി അടിയന്തര സിറ്റുവേഷൻ റൂമിലിരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്തു ഡൊണാൾഡ് ട്രംപ്. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നു എന്ന് ഇറാൻ പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകമാണ് ഇത്തരമൊരു ആക്രമണം നടന്നത്. ഇതും ട്രംപിനെ ഞെട്ടിച്ചു. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി തങ്ങൾ തുറന്നിടുന്നുവെന്നും അവിടെയുള്ള അമേരിക്കൻ സേന എത്രയും പെട്ടെന്ന് പിൻവാങ്ങണമെന്നും വെള്ളിയാഴ്ച വൈകിട്ട് ഇറാൻ പറഞ്ഞിരുന്നു. US വൈസ് പ്രസിഡന്റ് JD വാൻസ്, പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഗെക്സത്ത്, ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവരുമായി ട്രംപ് കൂടിയാലോചനകൾ നടത്തി. അടിയന്തര സിറ്റുവേഷൻ റൂമിലെ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അമേരിക്ക നയം വ്യക്തമാക്കി. ഇറാൻ കപ്പലുകളെ തങ്ങൾ ആക്രമിക്കും. ലോകത്തിൻ്റെ ഏത് കോണിൽ ഒളിച്ചാലും ഇറാൻ വാണിജ്യ കപ്പലുകളെ തങ്ങൾ വേട്ടയാടുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. ഇറാനിയൻ തുറമുഖങ്ങൾക്ക് നേരെയുള്ള അമേരിക്കയുടെ ഉപരോധം ശക്തമായി തുടരുമെന്നും ട്രംപ് തുടർന്നു പറഞ്ഞു. ഏകദേശം 23 കപ്പലുകളാണ് ഇതോടെ പിന്തിരിഞ്ഞു പോയത്. ഇത് ടെഹ്റാന്റെ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിപ്പിച്ചു. ഉപരോധം സമാധാന കരാറിലേക്ക് വഴിമാറും എന്ന പ്രതീക്ഷ നിലനിൽക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായ ഇറാൻ ആക്രമണം. ഇതോടെ ഇസ്ലാമാബാദിൽ തിങ്കളാഴ്ച നടക്കുന്ന ചർച്ചകൾ വഴിവിട്ടുമോ എന്ന സംശയം ശക്തമാകുന്നു. സ്ഥിരമായ കരാറിലെത്താൻ ഇറാൻ തയ്യാറായില്ല എങ്കിൽ വീണ്ടും ബോംബുകൾ വർഷിക്കുമെന്നും തുടർന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. ശനിയാഴ്ച വൈകിട്ട് ട്രംപിന്റെ ഉഗ്രശാസന. ഇറാന് US ബ്ലാക്ക്മെയിൽ ചെയ്യാൻ കഴിയില്ല. വർഷങ്ങളായി അവർ ചെയ്തതുപോലെ മറ്റു രാജ്യങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്ത് വരുതിയിലാക്കാനുള്ള ശ്രമം ഇനി നടപ്പിലാവില്ല. ഇന്നലെ കുറച്ചു സമയത്തേക്ക് അവർ അല്പം ഭംഗിയായി നടിച്ചു. 47 വർഷമായി അവർ ചെയ്യുന്നത് പോലെ അവർ അല്പം ക്യൂട്ടായി. എന്നാൽ അധിക സമയം അത് നീണ്ടു നിൽക്കില്ല. ശനിയാഴ്ച രാവിലെയാണ് ഇടുങ്ങിയ ജലപാതയിലൂടെ കടന്നുപോകാൻ ശ്രമിക്കുന്നതിനിടയിൽ 2 ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ഇറാനിയൻ സേന വെടിവെച്ചത്. ചർച്ചകൾ തകർന്നു കാണാൻ ഇസ്രയേൽ ആഗ്രഹിക്കുന്നുവെന്നും അതുകൊണ്ട് തന്നെ ഇസ്രയേൽ ഇത്തരം സാഹചര്യങ്ങളിൽ ചില ശക്തമായ ആക്രമണങ്ങൾക്ക് മുതിരുമെന്ന ഭയവും ഇറാനുണ്ട്. ലോകമെമ്പാടുമുള്ള അന്താരാഷ്ട്ര കപ്പൽച്ചാലുകളിലൂടെ സഞ്ചരിക്കുന്ന ഇറാൻ അനുകൂല വാണിജ്യ കപ്പലുകളെ പിടിച്ചെടുക്കാൻ ഇപ്പോൾ അമേരിക്ക ഉത്തരവ് നൽകിക്കഴിഞ്ഞു. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം സായുധ സേനയുടെ കർശനമായ മാനേജ്മെന്റിന് കീഴിൽ തന്നെ തുടരുന്നു എന്ന് അമേരിക്ക പറയുന്നു. അമേരിക്കയ്ക്കും ഇറാനുമിടയിൽ ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ സൈനിക മേധാവി ഇന്നലെ പരിങ്ങലിലാണ് സംസാരിച്ചത്. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന ഭയം അദ്ദേഹത്തെയും പിടികൂടി. US വെടിനിർത്തൽ കരാർ അനുസരിച്ച് കടലിടുക്ക് തുറക്കുന്നതായി ഇറാൻ പ്രഖ്യാപിച്ചതിന് മണിക്കൂറുകൾക്കകമാണ് 3 വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ സേന വെടിവെപ്പ് നടത്തിയത്. തുടർന്ന് വലിയ ആശയക്കുഴപ്പം പ്രതിഫലിച്ചു.
ഇറാൻ കടലിടുക്ക് പൂർണ്ണമായി അടച്ചുപൂട്ടിയെന്നാണ് തുടർന്ന് ഇസ്രയേൽ പ്രതികരിച്ചത്. ഇറാനുമായി ബന്ധമുള്ള എണ്ണ ടാങ്കറുകൾ പിടിച്ചെടുക്കാൻ അമേരിക്ക സേനയോട് ഉത്തരവിട്ടതിന് തൊട്ടുപിന്നാലെ ഇറാനിൽ പരിഭ്രമം വ്യക്തമാണ്. റിപ്പോർട്ടുകളനുസരിച്ച് US സേന തങ്ങളുടെ ഉപരോധ നടപടികൾ ലോകമെമ്പാടും വ്യാപിപ്പിക്കുന്നു. പേർഷ്യൻ ഗൾഫിന് പുറത്ത് ഇറാനിയൻ എണ്ണ കൊണ്ടുപോകുന്ന കപ്പലുകളെയും ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ പിന്തുണയ്ക്കുന്ന മറ്റു രാജ്യങ്ങളുടെ കപ്പലുകളെയും അമേരിക്ക നോട്ടമിട്ട് കഴിഞ്ഞു. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന തോന്നൽ ഇറാനിൽ ശക്തമായി. തുടർന്ന് ഇറാൻ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടു. പാകിസ്ഥാനും ഈജിപ്തും ചേർന്ന് മധ്യസ്ഥ റോളിൽ വീണ്ടും തങ്ങളുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇറാൻ നാവികസേന ശത്രുക്കൾക്ക് പുതിയ കൈപ്പേറിയ പരാജയങ്ങൾ നൽകാൻ തയ്യാറാണ് എന്ന മൊജ്തബ ഖമനേയിയുടെ ഒരു പ്രസ്താവന ഇത്തവണയും എഴുതി തയ്യാറാക്കിയ പ്രസ്താവനയാണ് പുറത്തു വന്നത്. എന്നാൽ മൊജ്തബ തന്നെയാണോ ഈ പ്രസ്താവന ഇറക്കിയത് എന്ന് അമേരിക്ക സംശയിക്കുന്നു. ഇറാൻ ഭരണകൂടവും IRGCയും തമ്മിലുള്ള വിടവാണ് ഇത്തരം ആക്രമണങ്ങൾക്ക് കാരണമെന്ന തോന്നൽ അമേരിക്കയ്ക്കുണ്ട്. ഇറാന്റെ ഭൂപ്രദേശം, ജലം, പതാക എന്നിവയെ ധീരമായി സംരക്ഷിച്ച് ഇറാൻ സേനയെ മൊജ്തബ ഖമനേയി അഭിനന്ദിക്കുന്നു. അവിശ്വാസത്തിന്റെയും അഹങ്കാരത്തിന്റെയും 2 മുൻനിര സൈന്യങ്ങളുമായി ഇറാൻ സൈന്യം പോരാടുകയാണ്. ആ സൈന്യങ്ങളുടെ ബലഹീനത ലോകത്തിനു മുന്നിൽ ഇറാൻ തുറന്നുകാട്ടി. ഇറാന്റെ ഡ്രോണുകൾ അമേരിക്കയെ മാത്രമല്ല സൈനിസ്റ്റ് കൊലയാളികളെയും മിന്നൽ പിണർ പോലെ ആക്രമിക്കുന്നുവെന്നാണ് മൊജ്തബ പറയുന്നത്. ജനങ്ങളുടെയും ദൈവത്തിന്റെയും പിന്തുണയോടെയാണ് ഇറാന്റെ പോരാട്ടം. മൊജ്തബ ഖമനേയിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം പൂർണ്ണമായി തങ്ങളുടെ കൈവശമാണ് എന്ന് ഇറാൻ സേന പ്രഖ്യാപിക്കുന്നു. ഹോർമുസ് കടലിടുക്കിൽ കർശനമായ നിരീക്ഷണവും നിയന്ത്രണവും തുടരുമെന്ന് ഇറാൻ പരമോന്നത ദേശീയ സുരക്ഷാ കൗൺസിൽ നിലപാട് വ്യക്തമാക്കി. അമേരിക്ക പാകിസ്ഥാൻ വഴി ഇറാന് മുന്നിൽ ചില അഭ്യർത്ഥനകൾ വച്ചു. ഒരു കരട് ചട്ടക്കൂടിനെ അടിസ്ഥാനമാക്കി സംഘർഷം അവസാനിപ്പിക്കുക ലക്ഷ്യമിട്ടാണ് തങ്ങൾ അമേരിക്കയുടെ ചില നിർദ്ദേശങ്ങൾ സ്വീകരിച്ചത്. എന്നാൽ പ്രധാന നിലപാടുകളിൽ ഇനി വിട്ടുവീഴ്ചയില്ല എന്ന് ഇറാൻ പറയുന്നു. ഇറാൻ തള്ളിക്കളഞ്ഞ അധിക ആവശ്യങ്ങൾ ഉന്നയിച്ചതുകൊണ്ടാണ് ചർച്ചകൾ പരാജയപ്പെടുന്നത് എന്നതാണ് ഇറാന്റെ നിലപാട്. കപ്പലുകൾക്ക് ഏതൊക്കെ തലങ്ങളിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും എന്നും ഇറാൻ വിശദീകരിക്കുന്നു. കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് പൂർണ്ണമായി വിവരങ്ങൾ ശേഖരിക്കും. ഇറാന്റെ ചട്ടങ്ങൾക്കനുസൃതമായി യുദ്ധകാല സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള യാത്രാ സർട്ടിഫിക്കറ്റുകൾ നൽകും. സുരക്ഷ, പരിസ്ഥിതി സംരക്ഷണം എന്നിവയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കുള്ള ഫീസുകൾ അവർ അടയ്ക്കണം. ഇറാൻ നിശ്ചയിച്ച പാതകളിലൂടെ മാത്രമാകണം ഈ കപ്പലുകളുടെ സഞ്ചാരം. എന്നാൽ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയോ നാവിക ഉപരോധം പോലുള്ള നടപടികൾ ഏർപ്പെടുത്തുകയോ ചെയ്താൽ അതിനെ വെടിനിർത്തൽ ലംഘനമായി തങ്ങൾ കാണുമെന്നാണ് ഇറാൻ പറയുന്നത്. ഇന്ത്യൻ പതാകയുള്ള കപ്പലുകൾക്കും ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള കപ്പലുകൾക്കും നേരെ ഇറാൻ സേന ആക്രമണം നടത്തുന്നത് ഇന്ത്യയെ പരിഭ്രമത്തിലാഴ്ത്തുന്നു. ഇതുവരെ ഇന്ത്യയോട് സമുന്നയഭാവം പ്രകടിപ്പിച്ചിരുന്ന ഇറാന് എന്തു സംഭവിച്ചു എന്ന് ഇറാൻ അന്വേഷിക്കുന്നു. ഇറാൻ അംബാസഡറെ വിളിപ്പിച്ചു വരുത്തി ഇന്ത്യ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു. ഏകദേശം 12,980 കോടി രൂപയുടെ ഇൻഷുറൻസ് ഇന്ത്യൻ സർക്കാർ ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന ഇന്ത്യൻ കപ്പലുകൾക്ക് പരിരക്ഷ നൽകി. ഹോർമുസ് കടലിടുക്കിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന ഏതൊരു കപ്പലിനെയും ശത്രുപക്ഷത്തുള്ളവരായി കണക്കാക്കി ആക്രമിക്കുമെന്നാണ് ഇറാൻ പറയുന്നത്. ജഗ് അർണവ്, സൻമാർ ഹെറാൾഡ് എന്നീ 2 ഇന്ത്യൻ ടാങ്കറുകൾക്ക് നേരെയാണ് ശനിയാഴ്ച രാവിലെ ഇറാൻ സേന വെടിവെപ്പ് നടത്തിയത്. ഇറാൻ വിദേശകാര്യമന്ത്രിയാണ് പ്രധാന ആഗോള ഷിപ്പിംഗ് ചാനൽ താൽക്കാലികമായി വീണ്ടും തുറന്നുവെന്ന് പ്രഖ്യാപിച്ചത്. ഇതിനു പിന്നാലെയായിരുന്നു ഇന്ത്യൻ കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചത്. 2 ഇറാനിയൻ ഗൺബോട്ടുകൾ ഉപയോഗിച്ചാണ് ഇന്ത്യൻ ടാങ്കറുകൾക്ക് നേരെ അവർ വെടിവെപ്പ് നടത്തിയത്. ഒമാന്റെ വടക്ക് കിഴക്കൻ തീരത്ത് ഒരു കണ്ടെയ്നർ കപ്പലിൽ ഒരു അജ്ഞാത പ്രൊജക്ടൈൽ ഇടിച്ചു. ചില കണ്ടെയ്നറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു എന്ന് UK MTO ആണ് അറിയിക്കുന്നത്. ഇറാൻ തുറമുഖങ്ങൾക്കെതിരെയുള്ള നാവിക ഉപരോധം പൂർണ്ണതോതിൽ തുടരുമെന്ന് തുടർന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. സ്ഥിതിഗതികൾ വീണ്ടും വഷളാക്കിയത് ഇറാന്റെ നിലപാടാണ്. എന്നാൽ അമേരിക്കയുമായുള്ള ചർച്ചകളിൽ ചില വിഷയങ്ങളിൽ വലിയ പുരോഗതി കൈവരിച്ചു എന്നാണ് ഇറാന്റെ നിലപാട്. ചർച്ചകൾക്ക് തൊട്ടു മുൻപാണ് ഇറാന്റെ അപ്രതീക്ഷിത ആക്രമണം. എന്നാൽ അവിടെ ഏറ്റവും ശക്തമായി പ്രതികരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയാണ് ലോകം കാണുന്നത്. ഈ വിഷയത്തിൽ ശക്തമായ പ്രതികരണത്തിന് മുതിരാതെ ഏത് നിമിഷം വേണമെങ്കിലും ആക്രമണത്തിന് തങ്ങൾ തയ്യാറാണ് എന്ന് ഇസ്രയേൽ പറഞ്ഞു വയ്ക്കുന്നു. ഇനിയും ഇറാൻ ഇത്തരം ആക്രമണങ്ങളുമായി മുന്നിട്ടിറങ്ങിയാൽ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് അന്തിമ യുദ്ധം തുടങ്ങുമെന്ന നിലപാട് ഇസ്രയേലും ആവർത്തിക്കുന്നു. ഇസ്ലാമാബാദിൽ നാളെ നടക്കാനിരിക്കുന്ന ചർച്ചകളുടെ മേലാണ് ഇപ്പോൾ കരിനിഴൽ വീണിരിക്കുന്നത്. കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.